മണാലിയിലെ രണ്ടാമത്തെ ദിവസം നമ്മൾ റോഹ്താങ് പാസ്സാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു റെൻ്റൽ ഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ നല്ല തണുപ്പും അതുപോലെ തന്നെ ഫുള്ള് സ്നോ ഒക്കെയാണ്. അപ്പോൾ ഞാനൊരു പിങ്ക് കളറുള്ള ഒരു ജംപ് സ്യൂട്ട് പോലെയുള്ളൊരു ഡ്രസ്സ്, പിന്നെ അതിൽ ഒരു ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ വിഷ്ണു ഒരു ബ്ലൂ കളറും നമ്മൾ സ്നോയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടായിരുന്നു പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് സൊലാങ് വാലിയിലേക്കാണ്. അവിടെ സ്നോ ഒന്നുമില്ല, പക്ഷേ അവിടെ നല്ല നമുക്കൊരു ആക്ടിവിറ്റി ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാനും വിഷ്ണു ആദ്യമായിട്ടാണ് ഒരു സിപ്പ് ലൈനിൽ പോകുന്നത്. ഞാനിവിടെ കേരളത്തിലാണെങ്കിലും ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഫസ്റ്റ് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്തു. അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ളൊരു സിപ്പ് ലൈൻ തന്നെയായിരുന്നു. ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് വളരെ എൻജോയ് ചെയ്ത് തന്നെ ആസ്വദിച്ചു. അതിനുശേഷം നമ്മളിതാ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. സിപ്പ് ലൈൻ ഏകദേശം 400 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കപ്പിളാണെങ്കിൽ 800 രൂപ വരും. കുഴപ്പമില്ലായിരുന്നു. 800 രൂപയ്ക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ സിപ്പ് ലൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയെ റോഡ് പണി നടക്കുന്നുണ്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്നോ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഏകദേശം ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പ് തോന്നി. അങ്ങനെ നമ്മളിതാ ഒരു പഞ്ചാബി ഹോട്ടൽ എന്നും പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് വണ്ടികളൊക്കെ ഉണ്ട്, ജിപ്സികളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ നൂഡിൽസ്, അതായത് മാഗിയാണ്. ഇവിടെ ഏറ്റവും കോസ്റ്റ്ലിയും മാഗി തന്നെയാണ്. അപ്പം ഞാനൊരു മാഗിയും ഒരു കോഫിയും പറഞ്ഞു. അതുപോലെ വിഷ്ണു ഒരു ബ്രെഡ് സാൻഡ്വിച്ചും കഴിച്ചു. ഇത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ പുറത്ത് ഏകദേശം ഇങ്ങനെയാട്ടോ അവിടെയൊക്കെ വരുന്നത്. കുറച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ ട്രാവലറിന് പോകുമ്പോൾ അത്യാവശ്യം നമ്മൾ ഫുഡൊക്കെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടായിരുന്നു പോകുന്നത്. പിന്നെ നമുക്കൊരു കാര്യം എന്ന് വെച്ചാൽ, ഇനി നമ്മൾ റോഹ്താങ് പാസ് എന്ന് പറയുന്നത് നവംബർ മിഡിലൊക്കെ ആകുമ്പോഴേക്കും നല്ല സ്നോ ഒക്കെ വരുമ്പോഴേക്കും ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഏകദേശം നമുക്ക് റോഹ്താങ് പാസ് കാണണമെങ്കിൽ ഒരു നവംബർ ഫസ്റ്റ് വീക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. നമുക്കത് നന്നായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. റോഹ്താങ് പാസ് മണാലി പോകുന്ന കുറച്ച് പേര് മാത്രമേ റോഹ്താങ് പാസിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി എല്ലാവരും നമ്മൾ ഏകദേശം ഒരു സൊലാങ് വാലിയിലൊക്കെ ഫുള്ള് സ്നോ ആയിരിക്കും. ഡിസംബർ ജനുവരിയിൽ ആ ഭാഗത്ത് മാത്രം പോയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഏകദേശം 3978 മീറ്ററാണ് റോഹ്താങ് പാസിലേക്ക് സീ ലെവലിൽ നിന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമ്മൾ ഹൈറ്റിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ഒരു ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ചെറിയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം ഈ ഒരു ഹൈറ്റിലൊക്കെ പോകുമ്പോൾ. പിന്നെ ഇവിടെ റോഹ്താങ് പാസ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് റോഹ്താങ് പാസ്. അവിടെ നമുക്കിങ്ങനെ സ്കൈയും അതുപോലെ സ്നോ, ആ മലകളൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഒരു പ്രത്യേക ഭംഗി. ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സീനറി പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. കണ്ണിന് അത്രയും കുളിർമയേകിയ കാഴ്ചയായിരുന്നു. ഇത് നമ്മൾ റോഹ്താങ് പാസ് എത്തിയിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം സ്നോ ആക്ടിവിറ്റീസുകളുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും പോയില്ല. ഞങ്ങൾ ഫുൾ അവിടെ ഇരുന്ന് മഞ്ഞിൽ നിന്ന് കുറേ സമയം കളിച്ചു. പിന്നെ കുറേ സമയം ഫോട്ടോസ് എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ മഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞൊക്കെ കളിച്ച് അവിടെ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ നല്ല ഫോട്ടോഗ്രാഫി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ബാർഗെയിനിങ് ചെയ്താൽ നമുക്ക് നല്ല നല്ല ഫോട്ടോസ് കുറഞ്ഞ ബഡ്ജറ്റിലെടുക്കാം. ഞങ്ങളൊരു 100 രൂപയ്ക്ക് 10-15 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പെർ ഫോട്ടോ 30 ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്യാവശ്യം ബാർഗെയിനിങ് ചെയ്താൽ നമുക്ക് ഓക്കെ ആയി കിട്ടും. നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. ഏകദേശം ഒരു നൈറ്റ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നേരെ പോയത് അടൽ ടണൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അടൽ ടണൽ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണ്. ഒരു പ്രത്യേക രസമായിരുന്നു അടൽ ടണൽ എന്ന് പറയുന്നതും. അപ്പോൾ നമ്മൾ അടൽ ടണലിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് എത്തി. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ അങ്ങനെ സ്നോ ഒന്നും ഇല്ല, കുഴപ്പമില്ല, നമുക്ക് കാണാനൊക്കെ നല്ല രസമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് മണാലി റോഹ്താങ് പാസ്. ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സെക്കൻഡ് ഡേ. ഇനി നമ്മളുടെ തേർഡ് ഡേ നമ്മൾ ജോഗിനി വാട്ടർഫോൾസ്, അതായത് നമ്മുടെ 96-ലെ വിജയ് സേതുപതി പോയ ഒരു വാട്ടർഫോൾസ് കാണാൻ പോവുകയാണ്. ഓക്കെ.